ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, സാധാരണ ഈ ദേശീയതയുമായി ബന്ധപ്പെട്ടും പല വിഷയങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ സമകാലിക സംഭവങ്ങളിൽ പ്രതികരിക്കുന്ന ചില സാംസ്കാരിക നായകന്മാരെ പോലെ തന്നെ സിനിമാ മേഖലയിലുള്ള പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ ഇവരൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ആക്രമണം, ഇതെല്ലാം ഈ ഒരു വിഷയങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ലക്ഷദ്വീപ് വിഷയത്തിൽ പോലും സേവ് ലക്ഷദ്വീപിലൊക്കെ പങ്കെടുത്ത ആൾക്കാരാണ് അവർ. സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വന്നിട്ട് പോലും ഇവരാരും ഒരു തരത്തിലും പ്രതികരിച്ച് കണ്ടില്ല. എന്നാൽ ഇവരൊന്നും ഈ നാട്ടിലില്ലേ? യഥാർത്ഥത്തിൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതികരണ തൊഴിലാളികൾ ഉണ്ടായിട്ടുണ്ട്. അത് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം ഈ സിനിമയുമായി ബന്ധപ്പെടുന്നവരും സിനിമയും ഒക്കെ പണ്ട് മുതൽ തന്നെ ഇടതുപക്ഷമായിരുന്നു കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും അഭിപ്രായം രൂപീകരിക്കപ്പെടുക ഈ ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളായിരുന്നു. ഇന്ന് പണ്ടത്തേതുപോലെ വന്ന് കണ്ണടച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം സോഷ്യൽ മീഡിയയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ വളരെ ആക്റ്റീവായി, സൈബർ സ്പേസുകളിൽ ആക്റ്റീവായി ഇവിടുത്തെ വലതുപക്ഷമുണ്ട്. വലതുപക്ഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് BJP-ക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ വൺ സൈഡഡായി ഒരു അഭിപ്രായം പറയാനോ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ലാതായി പോകുമെന്ന് അവർക്ക് തന്നെ അറിയാം. പൊളിച്ചടുക്കി കൊടുക്കും തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇനി പൃഥ്വിരാജിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, പൃഥ്വിരാജ് ഒരു ഇടതുപക്ഷ ലൈനാണ് കഴിഞ്ഞ കുറേ നാളുകളായി കൊണ്ടുപോകുന്നത് നമുക്കറിയാം. കേന്ദ്ര സർക്കാരിനെതിരെ എവിടെയൊക്കെ എന്തൊക്കെ പറയാമോ അത് മാത്രം പറയുകയും എന്നാൽ മറ്റൊന്നും പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പൃഥ്വിരാജിൻ്റെ അടക്കമുള്ള സിനിമാക്കാരുടെ നയമാണ്. ഇപ്പോൾ പൃഥ്വിരാജ് പറയുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ മോശമാകും എന്ന് വിചാരിച്ച് നിവിൻ പോളി പറയാൻ വരും, അല്ലെങ്കിൽ ടോവിനോ പറയാൻ വരും. അങ്ങനെ പറയാൻ വരുന്നവരുടെ നിര, ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് മലയാള സിനിമയിൽ ഒരു പക്ഷേ ഒരു കഴിവ്, കപ്പാസിറ്റി എന്ന രീതിയിൽ ഈ യുവതലമുറ കാണുന്നത് പൃഥ്വിരാജിനെയാണ്. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം പറയണമെന്നാണ്. അതായത് ഐഡന്റിറ്റി ഇല്ലാത്ത കുറേ നായകന്മാർ പൃഥ്വിരാജിനെ പിന്നിൽ അണിനിരക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളെ പല വിഷയം, ഇപ്പോൾ സേവ് ലക്ഷദ്വീപ് വന്നു, കേരളത്തിലെ സിനിമാക്കാരെല്ലാം വാതുറന്നു. അത് പറയേണ്ടതും പറയേണ്ടാത്തതും എല്ലാം ഇവർ പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം. ഇപ്പോൾ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, എമ്പുരാൻ സിനിമ ഉണ്ടായപ്പോൾ പൃഥ്വിരാജിനെ അന്ന് മുതൽ കാണാനേ ഇല്ല. അപ്പോൾ വൺ സൈഡഡായി ചരിത്ര നിർമ്മിതിക്ക് ശ്രമിക്കുക, അത് ഒളിച്ചു കടത്തുക എന്നുള്ളത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് സിനിമയിലൂടെ ആയാലും പുസ്തകത്തിലൂടെ ആയാലും അഭിപ്രായ പ്രകടനത്തിലൂടെ ആണെങ്കിലും ഈ ക്യാപ്സൂൾ പരുവത്തിൽ കൊടുക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ CPM-കാരോട് സംസാരിച്ചാൽ വലിയ വിദ്യാഭ്യാസവും വിവരമുള്ളവരെ ഇവർ സംസാരിക്കും. പക്ഷേ അവരോട് നമ്മൾ നന്നായി സംസാരിച്ച് ഓരോ വിഷയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ അവർക്ക് അതിന് മറുപടി ഇല്ലാതെ വരും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ട കാര്യം, ഇത് ബുദ്ധിയുള്ളത് കൊണ്ട് പറയുന്നതല്ല. ഇവിടുന്ന് നൽകുന്ന ക്യാപ്സൂളുകൾ പണ്ട് മുതലേ ഈ ഇവരുടെ പഠന ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂളുകൾ വിതരണം ചെയ്ത് വലിയ ബുദ്ധിജീവി ഇമേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ ബുദ്ധിജീവി ഇമേജിനെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന വലതുപക്ഷ, പ്രത്യേകിച്ച് സംഘി എന്ന് സോഷ്യൽ മീഡിയ ടൈമിൽ സംഘി എന്ന് വിളിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ എന്ത് സാധനം പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ഇത് പൊളിച്ചെടുക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം, ലക്ഷദ്വീപിലെ തെങ്ങിന് പെയിന്റ് അടിച്ചതുമായി ബന്ധപ്പെട്ടും അവിടെ കാവി പെയിന്റാണ് അടിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ്. ഓരോ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എമ്പുരാൻ സിനിമ വന്ന ശേഷം ആ എമ്പുരാൻ സിനിമ എഡിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എമ്പുരാൻ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ പൃഥ്വിരാജ് അതിൽ പല രീതിയിലുള്ള ടെക്നിക്ക് ഒക്കെ കൊണ്ടുവന്നു. അതിനുശേഷം സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ, അതായത് സിനിമയ്ക്ക് എത്ര രൂപ പിരിഞ്ഞു കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മനസ്സിലായി ഈ സിനിമ പരാജയമാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ മുതൽ മുടക്ക് കൃത്യമായി തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ സിനിമാക്കാരുടെ നിർമ്മാതാക്കളും അവർ പറയുന്ന കണക്കിലും വലിയ കണക്കുകൾ കാണുന്നുണ്ടെങ്കിലും സംഘടനയും മറ്റുള്ളവരും പറയുന്ന കണക്കനുസരിച്ച് നമ്മളൊരു സാമാന്യ യുക്തിക്കനുസരിച്ച് തിയേറ്ററുകളും അവിടുത്തെ ഷോകളും ഒക്കെ അനുസരിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും ഒരിക്കലും മുതൽ മുടക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതുപോലെ കേരള സ്റ്റോറി എന്ന സിനിമ വന്നപ്പോൾ അതിനെതിരെ വിമർശിച്ചുകൊണ്ട് എത്രയോ പേർ രംഗത്ത് വന്നു. എന്നാൽ എമ്പുരാൻ വന്നപ്പോൾ എമ്പുരാനെ വിമർശിക്കാതിരിക്കാൻ ഇപ്പം നമുക്കറിയാം, കലയെ കാണണം. അതുപോലെ തന്നെ വേടനെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വേടനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വാർത്ത ചെയ്തു. ആ വേടൻ്റെ വാർത്തയിൽ നമ്മൾ ചോദിക്കുന്ന, വേടനെ തൊടുമ്പോൾ പൊള്ളുന്നത് ആർക്കാണ് എന്നാണ്. സത്യത്തിൽ പൊള്ളുന്നത് ആർക്കാണ്? എന്ത് വൃത്തികെട്ട തെറിയാണ്. എൻ്റെ ജീവിതത്തിൽ കമൻസ് അതാ പറഞ്ഞത്. ആ കമൻസിൽ വളരെ വൃത്തികെട്ട തെറിയാണ് ആ കമൻസിൽ പറയുന്നത്. അപ്പോൾ അത്തരം മനോവൈകൃതമുള്ള ആൾക്കാരാണ് വേടന്റെ ആരാധകർ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് കേരളത്തിലെ സർക്കാർ തന്നെയാണ് പറയുന്നത്. വേടനെ കുറിച്ച് കേസരിയുടെ മുഖ്യപത്രാധിപർ അതിൽ കേസെടുക്കേണ്ടതായ ഒരു കാര്യങ്ങളുമില്ല. കോടതിയിൽ 1% പോലും നിലനിൽക്കാത്തൊരു കേസ്. വേടനെയും വേടന്റെ ആരാധകരെന്ന് പറയുന്ന കള്ളു കുടിച്ച് കഞ്ചാവ് അടിച്ച് നടക്കുന്ന കുറേ പ്രാന്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെ സ്വാധീനിക്കാനുള്ള ഒരു കൃത്യമായ അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പാലക്കാട് വേടന്റെ ഷോയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ പാലക്കാട് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഏതായാലും ഇത്തരത്തിലുള്ള പോക്ക് അത്ര നല്ലതിനല്ല. കേരളത്തിലെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വഴിതെറ്റിക്കൽ തന്നെയാണ് ഇപ്പോൾ ഈ പൃഥ്വിരാജിന്റെ അടക്കമുള്ള കാര്യത്തിലുണ്ടായിട്ടുള്ളത്. സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷത്തോട് ചാഞ്ഞും ചരിഞ്ഞ് നിന്നാൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന ബോധം എത്ര കപ്പാസിറ്റി ഉണ്ടെങ്കിലും എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും പൃഥ്വിരാജിനും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പൃഥ്വിരാജിനെ പോലെ ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ വന്ന സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഒരിക്കലും ഒരു കാലത്തും ഉണ്ണി മുകുന്ദൻ ഇടതുപക്ഷത്തിന് അനുകൂലമായി കുഴലൂതിയിട്ടില്ല. കഴിവുള്ളവൻ നിൽക്കപ്പെടുമെന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ളവൻ. ഇനി കഴിവിനൊപ്പം ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ണി മുകുന്ദൻ്റെ അഭിനയത്തെക്കുറിച്ചൊക്കെ ചിലർക്കൊക്കെ നേരത്തെയൊക്കെ എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. അഭിനയം എന്നതിനപ്പുറത്തേക്ക് അയാളുടെ വ്യക്തിത്വവുമായി മുന്നോട്ട് പോകുമ്പോൾ വ്യക്തിത്വമുള്ള ഒരുത്തരം നിലനിൽക്കാൻ കഴിയുമെന്നല്ലേ കാണിച്ചു തന്നിരിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാത്രമേ സിനിമ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥയും പൃഥ്വിരാജ് മനസ്സിലാക്കി അതിന് കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിന് എന്ത് ഐഡന്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ LDF സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് കവിത എഴുതിയ വിമർശനം നേരിടുന്നുണ്ട്. അപ്പോൾ ഈ LDF സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ബുദ്ധിജീവിയായും കലാരംഗത്തുമെല്ലാം ശോഭിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള നെറേറ്റീവുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. യാഥാർത്ഥ്യബോധമില്ലാത്ത അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ കാണാൻ തന്നെ ഇല്ല. എവിടെയായി പോയി കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ? നമ്മൾ ഒരു കാലത്ത് കാതോർത്തിരുന്നാണ് സുമാർ അഴീക്കോട് എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ, സിനിമയിൽ നിന്നുള്ളവർ സാഹിത്യ രംഗത്തു നിന്നുള്ളവരൊക്കെ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കാതോർത്തിരുന്ന ആൾക്കാരാണ് നമ്മൾ. സിനിമ ഒരു കലാരൂപം എന്ന രീതിയിൽ ആൾക്കാരെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ സ്വാധീനിക്കപ്പെടാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളവർ പ്രതികരണം നടത്തുന്നതിനെ സ്വാഗതം ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ളവർ പ്രതികരണം നടത്താതിരിക്കുന്നതാണ് സത്യം. വൺ സൈഡഡായ പ്രതികരണങ്ങളാണ് നടത്തുന്നത്. ഇനി അഥവാ ആരെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം, എന്തുകൊണ്ടാണ് സിനിമയിൽ ഒരു ക്യാമ്പയിൻ നടത്താത്തത് ലഹരിക്കെതിരെ? ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമയുമായി ബന്ധപ്പെട്ട് എത്ര പേരെ പിടിച്ചു? ആരെക്കുറിച്ചെങ്കിലും അറിയുന്നുണ്ടോ? എത്ര ഗായകർ? ഇപ്പം കഞ്ചാവ് എന്ന് പറയുമ്പോൾ വേടനെ സംബന്ധിച്ച് വേടൻ വന്നതോടുകൂടി ഓരോ കുട്ടികളടക്കമുള്ളവർ കാണുന്നത് എന്താണ്? 5 ഗ്രാം കഞ്ചാവും വെച്ച് പാടിക്കൊണ്ട് ഇങ്ങനെ നടന്നാൽ മതി, കഞ്ചാവ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജോലി ചെയ്യുന്നവനും കഞ്ചാവ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ കഞ്ചാവിനെ സാർവത്രികമായി അങ്ങ് ഈ കഞ്ചാവ് സ്ത്രീ പീഡനമടക്കം ചെയ്തിട്ടുള്ള വേടനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് സാർവത്രികമായി അത് അംഗീകരിക്കപ്പെടുന്നതിന് തുല്യമാണ്. പിണറായി വിജയൻ അടക്കമുള്ളവരല്ലേ വിളിച്ചെത്തി ഇവരെയൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സാംസ്കാരിക നായകന്മാരില്ല. ഇപ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് വായിലാക്കുന്നില്ലപ്പൻ്റെ അവസ്ഥയില്ല. പൃഥ്വിരാജ് എവിടെയാണെന്ന് അറിയില്ല. അതുവരെ പൃഥ്വിരാജ് വലിയ സ്റ്റാറായി നടന്ന, ഇപ്പോൾ പൃഥ്വിരാജ് ആകെ പിന്നീട് ഒരു അവാർഡ് ഫംഗ്ഷന് മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിന്റെ സിനിമകളെല്ലാം പോകുന്നു. വരുന്ന ഓണത്തിനൊരു സിനിമ പോലും പൃഥ്വിരാജിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ കരാറായ സിനിമകൾ അതിൽ നിന്നും ആ കരാറായ സിനിമകളിൽ നിന്ന് പോലും പൃഥ്വിരാജ് ഇല്ലാതായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് വലിയ അപകടമാണ്. സാംസ്കാരിക നയന്മാർ പുലർത്തുന്ന മൗനം അത് വലിയ അപകടം തന്നെയാണ്.